കോഴിക്കോട് കോൺഗ്രസ് വിമത വിഭാഗത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനൊരുങ്ങി മുൻ DCC പ്രസിഡന്റ് KC അബു. PT ജനാർദ്ദനൻ അനുസ്മരണ സമ്മേളനത്തിലാണ് അബു പങ്കെടുക്കുക. സംഘാടകരായ KV സുബ്രഹ്മണ്യൻ, GC പ്രശാന്ത് കുമാർ എന്നിവരെ പാർട്ടി നേരത്തെ പുറത്താക്കിയിരുന്നു. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, KC അബു എ ഗ്രൂപ്പുമായി ഇപ്പോഴും അടുപ്പം പുലർത്തുന്ന നേതാവാണ്. വിമത വിഭാഗത്തിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ വിമത വിഭാഗത്തിൽ പഴയ എ ഗ്രൂപ്പുകാരാണോ ഈ KV സുബ്രഹ്മണ്യനും GC പ്രശാന്ത് കുമാറൊക്കെ? അങ്ങനെ തന്നെയാണ് നികേഷ്. നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിലവിൽ MP ആകുന്ന MK രാഘവൻ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ KV സുബ്രഹ്മണ്യനും GC പ്രസാദിനും എതിരെ അടക്കം വന്നിട്ടുള്ളതാണ്. ഒരു യുവ നേതാവിൻ്റെ അണികളായിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തിയത് എന്ന ആക്ഷേപം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. T സിദ്ദിഖുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ KV സുബ്രഹ്മണ്യനും GC പ്രശാന്തും ഒക്കെ എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടി പക്ഷേ ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിമത പാനലായി മത്സരിക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടി KPCC ഇടപെട്ട ഇരുവരെയും പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PT ജനാർദ്ദനൻ അനുസ്മരണം സംഘടിപ്പിക്കാനുള്ള തീരുമാനം വരുന്നത്. ഇന്ന് പാറോപ്പടിയിലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിലെ അധ്യക്ഷനാണ് KV സുബ്രഹ്മണ്യൻ. ഒപ്പം തന്നെ GC പ്രശാന്ത് കുമാർ അനുസ്മരണ പ്രഭാഷണം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ പരിപാടിയിൽ ഉദ്ഘാടകനായിട്ടാണ് KC അബു പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ KC അബുവിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ നിലവിൽ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ പാർട്ടി നടപടിയെടുക്കുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന 2 നേതാക്കൾ മുഖ്യ നേതൃത്വം വഹിക്കുന്ന ഒരു പരിപാടിയിലേക്ക് KC അബു എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി കാണേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ.